കുറച്ച് കഴുകിയാലും ഉണ്ടാവും ഇവിടെ വഴുക്കൽ കേട്ടോ. വഴുക്കൽ നോക്കിയിട്ടില്ലെങ്കിൽ താഴത്ത് വീഴുവേ. ഇത് കഴുകിയാലാണ് ഇതിനെ പോയിട്ട് നമുക്ക് വിളവെടുപ്പിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അടിച്ചിടുകയാണ്, മഴ പെയ്താൽ അതങ്ങോട്ട് പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് പയർ കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മുളക് പഴുത്ത് പോവുകയാണെന്ന്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ അറുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്, നമുക്കിവിടെ മത്തൻ്റെ വള്ളിയുണ്ട്. അപ്പോൾ മത്തൻ്റെ ഇല ഉപയോഗിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക. അതേപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ മത്തന് പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2-3 ഇല വെച്ചിട്ടൊരു സൂത്രം ചെയ്യാൻ പോവുകയാണ്. ഒക്കെ വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ട്. മഴയും ചാറുന്നുണ്ട്. മഴ മാറിയിട്ടൊന്നും കൃഷിത്തോട്ടത്തേക്ക് വരാൻ പറ്റും തോന്നണില്ല. അവിടെ നിറയെ പച്ചമുളക് നിൽക്കുന്നുണ്ട്, ഒക്കെ പഴുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇറക്കാഞ്ഞ് വലിയ 2 മത്തൻ്റെ ഇലേൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് ഇതാക്കാം, പിന്നെ ഒന്ന് ഇതാക്കിയാലോ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. അയ്യോ, ഇത് എവിടേക്കാണ് പോകുന്നത് ഈ തോമ്പ്? ഇത് മതിയാവും നമ്മുടെ ആവശ്യത്തിന്. ഒരു റോസാപ്പൂവ് ഉണ്ടല്ലോ. രണ്ട് കളറാണ് റോസാപ്പൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഈ മത്തൻ്റെ ഇല വെച്ചിട്ടാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഇത് മത്തൻ്റെ ഇലയാണ്. നമ്മളിങ്ങനെ വെച്ച് നല്ല കഴുകി വൃത്തിയാക്കിയതാട്ടോ മത്തൻ്റെ ഇല. ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വെച്ച് നമ്മൾ ഇതിൽ ഒരു നമ്മുടെ സ്പെഷ്യൽ സാധനം ഇടാൻ പോവാണ്. നമ്മുടെ കൂനാണ് നമ്മളെ ഇതിലിട്ടിട്ട് ചുടാൻ പോകുന്നത്. നമ്മൾ നാടൻ കൂന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഈ കൂണ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, ചീന്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. വെറുതെ ചുട്ടത് കഴിക്കുകയാണെങ്കിലും ഇത് ടേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെച്ചു. ഇനി ഇത് പൊതിയട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കണലിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. എന്നിട്ട് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ
ഇതിനെ ചുട്ടെടുക്കുന്നത്. ഇല കരിയുന്ന മണമൊക്കെ വരുന്നുണ്ട്. മത്തൻ്റെ ഇലയും കഴിക്കാൻ പറ്റും കേട്ടോ. ഉള്ളത്തേക്ക് മത്തൻ്റെ ഇലയൊക്കെ നമ്മൾ കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് അതൊക്കെ കഴിക്കാൻ പറ്റും. കരിഞ്ഞു പോകാഞ്ഞാൽ മതി. നോക്കട്ടെ എന്തായെന്നൊന്നും നോക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കൂണ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് എടുത്ത് നോക്കാം. വെന്തിട്ടുണ്ടാവും, നല്ല ചൂടുണ്ട്, കണലാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഇലയൊക്കെ വാടി നല്ലോണം ആയിട്ടുണ്ട്, ആവിയിൽ കിടന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പൊളിച്ച് നോക്കാം. അപ്പം നമ്മുടെ കൂണ് ചുട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പൊളിച്ച് നോക്കി. അപ്പോഴേക്ക് ഇതാ മോനേട്ടൻ വന്നിട്ടു. കൂനിൻ്റെ ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പം അവരാണ് അങ്ങനെയല്ല ഇതിൻ്റെ നടുകിൽ വേറെ ഇലകളുണ്ടാവും. ഇങ്ങനെ ഓരോന്നും പൊളിച്ച് നോക്കി. കൂണാണ് ഇന്നത്തെ ടേസ്റ്റ്. കഴിക്കാറായപ്പോഴേക്ക് നിങ്ങൾ എത്തിയല്ലോ. വെന്തിട്ടായില്ലേന്നു? അപ്പൊ ഓരോരുത്തർ വന്നിട്ടുണ്ടല്ലോ കഴിച്ചോക്കാൻ. ഉപ്പ് കുറവുണ്ടല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? ടേസ്റ്റ് ഉണ്ട്. അത് ശരി, വെന്തിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടത്. വിളവെടുപ്പുണ്ട്. ഇതാ കൂണ് കഴിക്കുന്ന ആള്. അപ്പൊ നല്ല കൂണാണ്. നല്ല കൂണ് നോക്കിയിട്ട് നല്ല കൂണ് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. ഇത് നമ്മൾ തന്നെ നാടൻ, നമ്മൾ ഉണ്ടാക്കിയ കൂണാണ്. നാടൻ കൂണ് കിട്ടുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ നല്ല നാടൻ കൂണ് കിട്ടുമ്പോൾ ഉണ്ടാക്കുക. മറ്റുള്ള കൂണുകളൊന്നും എടുത്ത് ഉണ്ടാക്കരുത്. ഇതാ അവിടെയൊക്കെ നല്ല തീറ്റയാണ് കേട്ടോ. എനിക്കൊന്നും കിട്ടിയില്ല, അയ്യോ. അത് മത്തൻ്റെ ഇലയൊക്കെ തിന്നാട്ടോ, ഇതിന്റെ ഉള്ളത്തെ കരിഞ്ഞതല്ല. അത് ശരി, അത് കഴിയട്ടെ. നല്ല നാടൻ കൂണ് പോലെ തന്നെ ഉണ്ട് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നാടൻ കൂണല്ല, നമ്മൾ ഉണ്ടാക്കുന്ന കൂണല്ലേ. അത് കഴിഞ്ഞല്ലോ. ഇതാ എനിക്ക് വെറും എന്താണ് ഇല, മത്തൻ്റെ ഇല. ഇത് നാടനാണേ, നല്ല വളങ്ങളൊന്നും ഇടാത്ത, കീടനാശിനികളൊന്നും അടിക്കാത്ത ഇലയാണ്. അപ്പം ഇത് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ വിളവെടുപ്പാണ് ഇന്നത്തെ. ഓക്കെ, ബൈ.